പല ആളുകളും പറയുന്ന ഒരു വാക്കാണ് നിങ്ങൾ ഈ റണസുമയെ ഒന്ന് വിട്ടുപിടി എന്നുള്ളത്. എന്നാലോ ഇവരുടെ വീഡിയോ അല്ലാതെ സോഷ്യൽ മീഡിയ തുറന്ന കാണാനുമില്ല. ഞാൻ അവരുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ഒരാളും സപ്പോർട്ടും ഇല്ല. എന്നിട്ടും നിങ്ങൾ ഈ വിഷയം വിടണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കലിപ്പ് തീർക്കാൻ ഒരാളെങ്കിലും ഉള്ളത് നല്ലതാണ് എന്നല്ലേ നിങ്ങൾ കരുതേണ്ടത്? അവിടെ പോയി കമന്റ് ഇടുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് അങ്ങ് കൊടുക്കാലോ. ഓക്കെ, നേരെ വീട്ടിലോട്ട്. എടാ കോപ്പേ, നീയൊക്കെ പല്ലീന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞോ, പുല്ലേന്നും കോപ്പേന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോണം കേട്ടോടാ മറ്റവനെ എന്നാണ് ചാച്ചി പറയുന്നത്. ഓടി പുല്ലേ എന്ന് വിളിച്ചത് രണസുനക്ക് തീരെ അങ്ങ് പിടിച്ചില്ല കേട്ടോ. പക്ഷെ ഹനാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ഞാനായിട്ട് പറയുന്നില്ല, ഒരു കമന്റ് ആണ് ഈ വീഡിയോക്ക് അടിയിൽ വന്നത്, ഒന്ന് വായിച്ചു തരാം. രേണു ആന്റി, ഹനാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആന്റി ഗർഭിണി ആയതും പിന്നെ അലസിപ്പിച്ച് കളഞ്ഞതും, അതിനെപ്പറ്റി എന്താ രേണു ആന്റി കേസ് കൊടുക്കാത്തത്? ആൾക്കാർ കമന്റ് ഇട്ടാൽ ആന്റി അതിന് റീപ്ലൈ കൊടുക്കും. ഹനാൻ പറഞ്ഞ കാര്യത്തിന് എന്താ റീപ്ലൈ കൊടുക്കാത്തെ ചാച്ചി, എന്റെ പൊന്നു ചാച്ചി? ഇതാണ് കമന്റ്. വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണത്. എന്തുകൊണ്ട് ഹനാനെതിരെ കേസ് കൊടുക്കുന്നില്ല? അതിനെ വർണ്ണിക്കാനും വിശദീകരിക്കാനൊക്കെ പല വീഡിയോസിന്റെ ഇടയിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ പോടി പുല്ലേ എന്ന് എഴുതിയത് മാത്രം പൊക്കി പിടിച്ച് നെറ്റിയിലൊട്ടിച്ച് അത് ജനങ്ങളെ കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു തെറിയാണ്, അത് ആരും കാണാത്ത തെറി നെറ്റിയിലൊട്ടിച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ട് ഹനാൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഓക്കെ മൗനം വിദ്വാന ഭൂഷണം എന്നാണല്ലോ അല്ലേ? അങ്ങനെയാണോ? എനിക്കറിയില്ല, എന്തെങ്കിലും ആവട്ടെ. മൗനത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞു, വേറെ ഒന്നും വിചാരിക്കൽ എന്റെ പൊന്നു ചാച്ചി. ചാച്ചി ആ ഒരു കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ വീഡിയോന്റെ തൊട്ട് താഴെ വന്ന മറ്റൊരു വീഡിയോ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. അതായത് രണസുണ ആണ്ട് കൊള്ളം സുധിച്ചേട്ടൻ ഒരുമിച്ച് അഭിനയിച്ച ഒരു സ്കിറ്റ് കാണാട്ടാ. കോമഡിയുടെ മസ്താൻമാർ അണിനിരക്കുന്ന കോമഡി സ്റ്റാർസ്. ഇതിൽ വിജയിക്കുന്ന ടീമിനെ കാത്തിരിക്കുന്നത് 25 ലക്ഷം രൂപ വിലയുള്ള ഫ്ലാഗ്. എലിമിനേഷൻ റൗണ്ടിൽ ആദ്യത്തെ ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം പേട്ട. എടോ മോനെ, കറക്റ്റ് രണസുന അടിയിലൊരു കമന്റ് ഉണ്ട്, രേണുസുതി ഉണ്ടല്ലോ കൂടെ എന്നുള്ളത്. എന്റെ പൊന്നെ, എന്നാ ഒരു രീത. അപ്പൊ ആയ കാലത്ത് തന്നെ ചേച്ചി നല്ല അഭിനേതാവായിരുന്നല്ലേ, ചേട്ടായിയുടെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കറക്റ്റ്. കണ്ടപ്പോ തന്നെ ഞാൻ വാരി തരിച്ചു പോയി. പണ്ട് മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കല്ലേ ആ ഒരു ലുക്ക്. ഇപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോ ആളുകള് കാണുമ്പോ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ചേച്ചി തലമുടി നരച്ചതിനെ കുറിച്ചൊരു സങ്കടം പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. ഞാൻ പണ്ടേ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലെ വെള്ളം. ഞാൻ 18-17 വയസ്സിൽ ബാംഗ്ലൂർ പോയിരുന്നു. 8 വർഷം. ഈ ഹാഫേ ഉള്ളു നേരെ, കുറച്ചേ ഉള്ളു, ബാക്കിയെല്ലാം ബ്ലാക്ക് വെള്ളം. അതായത് പ്രായം ആവുന്നതിന്റെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചാച്ചി. എന്റെ ഇവിടെ ഒക്കെ 2 നരച്ചിട്ടുണ്ട്. അത് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് എല്ലാവർക്കും നിരയൊക്കെ വരും. ചാച്ചി ഇപ്പോഴും പറയുന്നത് വെള്ളത്തിന്റെ കുഴപ്പമാണെന്നുള്ളതാണ്. അല്ലാതെ ചേച്ചിക്ക് 10-40 വയസ്സായി എന്നുള്ള സമ്മതിച്ചു തരാൻ ഇപ്പോഴും തയ്യാറല്ല. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാച്ചി. അപ്പൊ കുറച്ച് വെള്ളം കൂടിയേ ഉള്ളൂ, ബാക്കിയൊക്കെ വെളുത്തുന്ന പറയുന്നത്. അധികം വൈകാതെ വെളുത്തോളും ചേച്ചി, വെളുത്തോളും. അവിടുത്തെ വെള്ളം വെള്ളത്തിന് പഞ്ഞി പോലെ, പഞ്ഞി പോലെ നമ്മുടെ തലയിൽ പഞ്ഞി പോലെ ഇരിക്കേ മുടി. ഞാൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. ഗൾഫിൽ പോയിട്ടാണ് പരമാവധി മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളത്. അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പഞ്ഞി പോലെയല്ല, നല്ല ഒരക്കണ ബ്രഷ് പോലെ അല്ല, കട്ടി പിടിക്കും മുടി. അങ്ങനെയാണ് കൊഴിഞ്ഞു പോവാറ്. ചാച്ചിക്ക് എന്തായാലും ബാംഗ്ലൂരിൽ പോയ സമയത്ത് ചെറുപ്പത്തിൽ പോയതാ, കുഞ്ഞു കുട്ടിയായപ്പോ പോയത് അത്ര. ബാംഗ്ലൂരിലൊക്കെ എന്നാത്തിനാണ് ബാംഗ്ലൂരിൽ ഇത്ര ചെറുപ്പത്തിൽ പോയത്? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ എഴുതാപ്പുറമൊന്നും വായിക്കുന്നില്ല. ഇവിടെ ഹനാൻ എന്നെ മറുപടി കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് എന്ത് മറുപടി കിട്ടാനാണ്? എന്തായാലും മുടി കൊഴിഞ്ഞത് അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പ്രായം തന്നെ ആയിട്ടില്ല, വൃദ്ധസ്ഥാനത്തിൽ ചാടി വന്നിരുന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. 100% പ്രതീക്ഷയുണ്ട് വർക്കിൽ. 100% എന്റെ വർക്കിൽ എനിക്ക് കോൺഫിഡൻസ്, പ്രത്യേകിച്ച് ഞങ്ങളെ വെച്ചിട്ട്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും ഞങ്ങളെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ് ചാച്ചിക്ക്. എന്റെ പൊന്നു ചാച്ചി, ഇതൊക്കെ എന്ത് ഗണത്തിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതൊക്കെ എന്തുവാ അത്? അതുകൊണ്ടാണ് ഇവരെ തന്നെ ഈ ഒരു ആൽബത്തിന് കാസ്റ്റ് ചെയ്യാൻ. എന്റെ മോനെ, അതുകൊണ്ടാണ് ഞങ്ങളെ തന്നെ ചൂസ് ചെയ്തത്. ഇതൊക്കെ ഡയറക്ടർ പറയുമ്പോ തന്നെ കോമഡിയാ ഞങ്ങൾക്ക്. അതിന്റെ ഇടയിൽ രണസുന ഞങ്ങൾ ചൂസ് ചെയ്തതോ, ഞങ്ങൾ ഭയങ്കര സംഭവാ. പൊന്നു, ആദ്യം അഭിനയത്തിന്റെ ABCD എങ്കിലും പഠിക്ക് ചേച്ചി. ഇത്രയും പേര് കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് പേര് അമ്മമാരാണ്, ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്.
ഏതാടാ അമ്മമാര്? കമന്റ് ഇടാൻ അറിയാത്ത ആരെങ്കിലൊക്കെ ആയിരിക്കും. ചേച്ചി തെറ്റിദ്ധരിക്കുന്നതാ വ്യൂ മൊത്തം കണ്ടിട്ട്. കമന്റ് മൊത്തം എതിരാണ് ചാച്ചി. ചാച്ചി എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് പോലും. അവർക്കൊന്നും കമന്റ് ഇടാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, കമന്റ് ഇടാൻ അറിയാത്ത ആളുകൾ വ്യൂ ചെയ്യുന്നതിനൊക്കെ അമ്മച്ചിമാരാണ് കാണുന്നത്, സപ്പോർട്ട് ചെയ്യാനാണ് രണസുനെ കാണുന്നത്. എന്റെ പൊന്നു, ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ അവരുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നതാണ്. നേരിട്ട് കാണുമ്പോ സ്നേഹം മനസ്സിലാക്കുന്നതാണെന്ന് കയ്യുടെ ഇടയിൽ ഇങ്ങനെ പട്ടയച്ചിട്ട് പെട്ടിട്ടേ ആരും കല്ലെടുത്തെറിയാൻ ഞാൻ വലിയ ഭാഗ്യം. അമ്മാതിരി സ്നേഹം എന്നാ പറയുന്നത്. അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കോമന്റ്സ് വരാറുണ്ട്. പ്രായമായ ആൾക്കാരൊക്കെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ചില ആൾക്കാർ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതില് മെസ്സേജ് അയക്കുമ്പോ അത് രേണു കാണുന്നുണ്ട് എന്ന് മോളെ എന്ന് വിളിച്ചിട്ട് അതിന്റെ മുന്നിലും പിന്നിലും വേറെ ഒന്നും ഇല്ലല്ലോ ചേട്ടായി. ഇവരിടുന്ന വീഡിയോസിനെ മോളെ എന്ന് വിളിച്ചിട്ട് കമന്റ് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് എന്നുള്ളതാണ്. എന്താ അമ്മമാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നത്. എവിടെ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയണ എന്റെ പൊന്നോ. ഞാൻ കണ്ട കമന്റുകൾ മുഴുവൻ രണസുനൊക്കെ എതിരാണ്. വെറുപ്പിക്കലൊന്ന് നിർത്ത്, പണ്ടാരോ പറഞ്ഞതുപോലെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ മെമ്പർഷിപ്പ് ഒക്കെ തുടങ്ങി ചാച്ചി. ഇനിയിപ്പോ എല്ലാതും എവിടെ സീറ്റ് ബെൽറ്റ് അവിടെ ഉണ്ടല്ലേ. ഇനിയിപ്പോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിഞ്ഞ സൈഡിലൊക്കെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ മെമ്പർഷിപ്പ് എത്ര 149 അങ്ങനെ എന്താണെന്നാ പറയുന്നത്. ട്രയലിന്റെ ഒരു സാധനം വെറുതെ ഞാൻ കയറി നോക്കി എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നെ കാണുന്നുണ്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ സാച്ചി ഇനി കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നേ. ഇനി കാണാനും മാത്രമൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. നമ്മൾ എന്ത് കണ്ടന്റ് തിരയാൻ പോയാലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ മുന്നിൽ. അതുകൊണ്ട് മാത്രമാട്ടെ ഞാൻ ഈ വീഡിയോ കൊണ്ട് റിയാക്ട് ചെയ്യുന്നത്. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷെ വെറുപ്പിക്കണ ഈ പരിപാടി കാണുമ്പോൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. ഇനി അത് അങ്ങനെ അത് ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന്റെ ഇടയിൽ ഏതൊരു മൈനറായ ഒരു പയ്യനെതിരെ എന്തോ ഒരു സാധനം രണസുന എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ വീഡിയോ ആണ് കണ്ടു. എനിക്കൊന്നേ പറയാനുള്ളൂ, ആ പയ്യൻ അത് മൈനർ ആണോ, ആ പയ്യന്റെ വീട്ടുകാർ ഇതൊക്കെ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഈ പയ്യൻ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ 18 വയസ്സിന് താഴെയുള്ള ആളുകൾ ഇത്തരം രീതിയിൽ സമ്പാദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാതാപിതാക്കളുടെ അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഡാറ്റ വെച്ചിട്ട് വേണം അതിലുള്ള ഫണ്ട് ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ കണ്ട കമന്റ് എന്താ അറിയോ, മോനെ പഠിക്കണ പ്രായത്തിൽ പഠിക്കടാ എന്നുള്ളതാണ്. ഒരുപാട് അമ്മച്ചിമാര് കമന്റ് ഇടുന്നുണ്ട്. നിന്റെ വീട്ടിൽ ആരുമില്ലേ, നിന്നോടൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരാൻ ആരും ഇല്ലേ, എന്തിനാണ് ഇത്ര അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ ഈ രീതിയിൽ പറയുന്നതെന്നൊക്കെ പറയുമ്പോ അതിൽ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു, കുറെ ആൾക്കാർ തെറി വിളിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അയാൻ പഠിക്കുന്ന പ്രായമാണ്, അവനെ പഠിപ്പിക്കാനാണ് വീട്ടുകാരെ നോക്കേണ്ടത്. അല്ലാതെ ഈ രണസുനയുടെ പ്രായം ഉണ്ടാവും ചിലപ്പോൾ എന്റെ വീട്ടുകാർക്ക്. അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഫോട്ടോയോ മറ്റു കാര്യം കൊണ്ടുവരാത്ത എന്തുകൊണ്ടറിയോ, ഇപ്പൊ അതിനെതിരെ സംസാരിച്ച പീക്സോ കേസ് അതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ അതിലുള്ളതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ പയ്യനെ. എനിക്ക് അതൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല കേട്ടോ. അവൻ പറയുന്ന പല കാര്യങ്ങളും പല റിയാക്ഷൻസും ആ രീതിയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇനി പറയാ അസൂയകാരനാണെന്നുള്ളത്. എനിക്ക് എന്ത് തേങ്ങാക്കോല, എന്താ അസൂയ, അവൻ പഠിച്ച അവന് കൊള്ളാം. അപ്പൊ നീ എന്തിനാണ് രണസുനിയെ ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുടെ മറുപടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒന്നാമതൊരു മൈനർ അല്ല, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വെറുപ്പിക്കലിന് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള ഒരു പക്വത ആയി എനിക്ക് എന്നുള്ള ബോധം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. ആ പയ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവനെ വഷളാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അവൻ നല്ല രീതിയിലുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് പോലെയല്ല ഈ ഒരു കാര്യത്തിൽ. അവന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. എന്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണ്. വല്ലപ്പോഴാണ് ഈ രണസുതിയെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, വേറൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.